അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ഒരു വചനം ഇന്ന് നിങ്ങൾ കേൾപ്പിക്കുകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലിക്കഴിഞ്ഞാൽ, സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായി അയാളുടെ ജീവിതത്തിൽ ദോഷങ്ങളുണ്ടായാലും കാരുണ്യക്കടലായ അല്ലാഹു അത് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്ർ സുബഹിക്ക് ശേഷം ഒരാൾ ചൊല്ലിയിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഇയാളങ്ങ് മരണപ്പെട്ടാൽ ഉറപ്പിച്ചോളൂ, ഇയാൾ സ്വർഗക്കാരനായിരിക്കും. അങ്ങനെ ഒരാൾക്ക് അത് ചൊല്ലാനുള്ള തൗഫീക്ക് കിട്ടുള്ളൂ. എല്ലാരും ആമീൻ പറയ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രഭാതത്തിൽ ചൊല്ലിയിട്ട പകലിൽ അയാൾ മരണപ്പെട്ടാൽ മാത ഷഹീദാ, മാത ഷഹീദാ. ശരിക്കും ഒരു രക്തസാക്ഷിയുടെ, അള്ളാന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യന്റെ മരണം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ മരണം. അയാൾ ഷഹീദായി മരണപ്പെടും. രാത്രിയിലാണിത് ചൊല്ലുന്നത്, മഗ്രിബിന് ചൊല്ലി. അങ്ങനെ അന്ന് രാത്രിയിൽ അയാൾ മരണപ്പെട്ടു. എന്നാൽ മാത ഷഹീദാ, അയാൾക്ക് ഷഹീദിന്റെ മരണം തന്നെയാണ്, അയാൾ ഷഹീദ് തന്നെയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഓരോ ദിവസവും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വിധത്തിലാവണമെങ്കിൽ ആ ദിനരാത്രങ്ങൾ എങ്ങനെ ചിലവഴിക്കണമെന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ദിക്റും ദുആയും കഴിഞ്ഞാൽ കൃത്യമായി ചിട്ടയോടുകൂടെ നമ്മൾ ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ദിക്റുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ പറഞ്ഞു ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടാൻ ഒരാൾക്ക് സൗഭാഗ്യം കിട്ടിയാൽ സമ്പൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയാണ് അത്തരക്കാർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നതെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടണം. അത് അള്ളാന്റെ വജ്ഹ് കാംക്ഷിച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ മജ്ലിസ് പരലോകത്തേക്ക് വലിയ ഒരു സന്തോഷത്തിന്റെ കാരണമായി മാറും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ പറഞ്ഞല്ലോ ചില ദിക്റുകളൊക്കെ. اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. ചൊല്ലിയിരുന്നോ? ഇന്ന് ചൊല്ലിയോ? സ്കരിക്കാൻ പറ്റാത്ത സമയത്തും ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. ഇന്ന് ചൊല്ലിയോ? ചൊല്ലണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ ദിക്ർ എത്ര തവണ ചൊല്ലണം എന്നാ പറഞ്ഞേ? ഈ ദിക്ർ എത്ര തവണ ചൊല്ലണം എന്നാ പറഞ്ഞത്? 3 തവണ ചൊല്ലണം എന്ന് പറഞ്ഞു. ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ചൊല്ലിയിരുന്നോ? അതുപോലെ ബിസ്മില്ലാഹിമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൻ നുശൂർ. ഒരു തവണയെങ്കിലും ഈ ദിക്റും ചൊല്ലണം. ചൊല്ലിയിരുന്നോ? ഇതിൻ്റെയൊക്കെ അർത്ഥം ആലോചിച്ച് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി അതിൻ്റെ ഫലം നമുക്ക് കിട്ടണം എന്നുള്ള നിയ്യത്തിൽ തന്നെ ചെയ്യണം കേട്ടോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒക്കെ ചൊല്ലിയിരുന്നോ?
പിന്നെയോ ഇന്നലെ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണ ചൊല്ലിയിരുന്നോ? അല്ലാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ഒരു വചനം ഇന്ന് നിങ്ങൾ കേൾപ്പിക്കുകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലിക്കഴിഞ്ഞാൽ, സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായി അയാളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടായാലും കാരുണ്യക്കടലായ അല്ലാഹു അത് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ? اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഞാൻ അതിൻ്റെ മഹത്വവും അതിൻ്റെ അർത്ഥവും ഒന്ന് പറഞ്ഞു തരും. നല്ല പോലെ ശ്രദ്ധിക്കണം. അതിന്റെ മഹത്വം എന്താണെന്നറിയോ? മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വമൻ ഖാലഹാ ഫിന്നഹാർ, പ്രഭാതത്തിൽ ഒരാളിതങ്ങ് ചൊല്ലിയാൽ, മൂക്കിനംബിഹ, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചുകൊണ്ട് ചൊല്ലി, ഫമാതമി യൗമിഹി, അങ്ങനെ ഖബല അയ്യുംസിയ, രാവിലെയാണ് ചൊല്ലിയത്, വൈകുന്നേരമാകുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരനായിരിക്കുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പറഞ്ഞത്? ഈ ദിക്ർ സുബഹിക്ക് ശേഷം ഒരാൾ ചൊല്ലിയിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഇയാളങ്ങ് മരണപ്പെട്ടാൽ ഉറപ്പിച്ചോളൂ, ഇയാൾ സ്വർഗ്ഗക്കാരനായിരിക്കും. അങ്ങനെ ഒരാൾക്ക് അത് ചൊല്ലാനുള്ള തൗഫീക്ക് കിട്ടുള്ളൂ. എല്ലാരും ആമീൻ പറയ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി വമന ഖാലഹാ മിനൽ ലൈൽ, രാത്രിയിലാണ് ഒരാൾ ഇത് ചൊല്ലുന്നതെങ്കിൽ, മഗ്രിബിന് അല്ലെ അസ്റിന് ശേഷം അല്ലെ മഗ്രിബിന് ശേഷം ഒരാൾ ഇത് ചൊല്ലിയാൽ, വഹുവ മൂഖിനും ബിഹാ, ഇതിൽ പറയുന്ന കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ചൊല്ലി, ഫമാത ഖബല യുസ്ബിഹ, അയാൾ പ്രഭാതമാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, ഉറപ്പാണ് അയാൾ സ്വർഗ്ഗക്കാരനായിരിക്കും. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. എന്താ ബുഖാരിയുടെ പ്രത്യേകത? വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ കിതാബ് ബുഖാരിയാണ്. മുത്തറസൂലിന്റെ അത്രയും കടഞ്ഞെടുത്ത, ഒരു നിലക്കും ഒരു പോരായ്മയുമില്ലാത്ത ഹദീസുകളാണ് ബുഖാരിയിലുള്ളത്. അതിൽ വന്നതാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, വഇൻ ഖാലഹാ ഫഇൻ ഖാലഹാ നഹാറൻ, പകലിൽ ഒരാൾ ഇത് ചൊല്ലി, ഫമാത യൗമഹു ദാലിക, പ്രഭാതത്തിൽ ചൊല്ലിയിട്ട പകലിൽ അയാൾ മരണപ്പെട്ടാൽ, മാത ഷഹീദാ, മാത ഷഹീദാ, ശരിക്കും ഒരു രക്തസാക്ഷിയുടെ, അള്ളാന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യന്റെ മരണം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ മരണം. അയാൾ ഷഹീദായി മരണപ്പെടും. ഫഇൻ ഖാലഹാ ലൈല, രാത്രിയിലാണിത് ചൊല്ലുന്നത്, മഗ്രിബിന് ചൊല്ലി,
ഫമാത മിൻ ലൈലതിഹി, അങ്ങനെ അന്ന് രാത്രിയിൽ അയാൾ മരണപ്പെട്ടു. എന്നാൽ മാത ഷഹീദാ, അയാൾക്ക് ഷഹീദിന്റെ മരണം തന്നെയാണ്, അയാൾ ഷഹീദ് തന്നെയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ചൊല്ലുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവാം, ഇത് തീരെ ചൊല്ലാത്തവരും കൂട്ടത്തിലുണ്ടാകാൻ. എൻ്റെ മുഅ്മിനീങ്ങളോട് എൻ്റെ റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്, ഇതൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്കിത് ഒരു തവണ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നീടും ഇതൊക്കെ എടുത്തു നോക്കാം. യൂട്യൂബിൽ ഇത് നമുക്ക് എപ്പോഴും കിട്ടും. സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചിട്ട് പരമാവധി ഇത് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് ഇത് പഠിക്കണം. ഇതിൻ്റെ അഹ്ലുകാരായി മാറാൻ നമ്മൾ ശ്രമിക്കണം. കാണാതെ ചൊല്ലണമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല, നോക്കിയിട്ട് ചെല്ലിയാൽ മതി. അതങ്ങനെ ആവർത്തിച്ച് ചെല്ലുമ്പോൾ നമ്മളത് മനഃപ്പാടമാക്കി പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനതൊന്ന് ചൊല്ലിത്തരാ ഇൻഷാ അള്ളാഹ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഞാനത് ചൊല്ലിത്തരും, നിങ്ങളൊന്ന് ചൊല്ലണം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയും. നമ്മൾ ഇൻഷാ അള്ളാഹ് ഇന്ന് മഗ്രിബോടുകൂടെ ഇതിൻ്റെ അഹ്ലുകാരായി മാറണം. 2 തവണയെങ്കിലും ദിവസവും ഇത് ചൊല്ലിയാൽ മതി. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും, ഒരു സംശയവുമില്ല. പടച്ചോൻ തൗഫീഖ് തരട്ടെ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇനി അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാ, ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, അന്ത റബ്ബീ, നീയാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. റബ്ബ്, റബ്ബ് എന്ന് പറഞ്ഞാൽ തർബിയത്ത് ചെയ്ത് സംരക്ഷണം നൽകി വേണ്ടത് വേണ്ട സമയത്ത് തന്ന് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവൻ എന്നാണ് അർത്ഥം. തർബിയത്ത് എന്നാൽ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ, ഒരു വസ്തുവിനെ സംരക്ഷിച്ച് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ആൾക്കാണ് റബ്ബ് എന്ന് പറയാ. അങ്ങനെ എത്തിക്കുന്നതിനാണ് തർബിയത്ത് എന്ന് പറയാ. അല്ലാഹുമ്മ അന്ത റബ്ബീ, അല്ലാഹുവേ, അന്ത, നീയാണ് റബ്ബി, എൻ്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു ഇലാഹില്ല. ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചിട്ടുള്ളത്. ഖലഖ്തനി, നീയാണല്ലോ എന്നെ പടച്ചിട്ടുള്ളത്. വ അന അബ്ദുക, ഞാനാവട്ടെ നിന്റെ അടിമയാകുന്നു. ഞാൻ നിന്റെ അടിമയാകുന്നു. സമ്മതിക്കാൻ. وأنا على عهدك ووعدك ما استطعت وأنا തീർച്ചയായും ഞാൻ നിലകൊള്ളുന്നതാണ് അലാ അഹ്ദിക വവഅദിക, നിന്റെ കരാറിന്റെ മേൽ, നിന്നോട് നൽകിയ വാഗ്ദാനത്തിന്റെ മേൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. മസ്തതഅതു, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ നിന്റെ വഅദുകൾ അഹ്ദുകൾ പൂർണ്ണമായും പാലിക്കും. അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹ് മിൻ ശർരി മാ സനഅതു, എന്തെല്ലാം ഷർറുകൾ ഞാൻ ചെയ്തു പോയോ ആ ഷർറിൽ, അതിന്റെ ഷർറിൽ നിന്ന്, ഞാൻ ചെയ്തതിന്റെ ഷർറിൽ നിന്ന്, ഞാൻ ചെയ്തതിന്റെ അനന്തരഫലമായി എന്തെല്ലാം ഷർറുകൾ എനിക്ക് വരാനുണ്ടോ ആ ഷർറൊക്കെ നീ തട്ടി നീക്കണം റബ്ബേ. ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു.
അതാണ് അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക. ഇലാഹായ റബ്ബേ, നിന്നിലേക്ക് ഞാൻ മടങ്ങുകയാണ്. ബിനിഅമതിക അലയ്യ അബൂഉ ലക ബിനിഅമതിക അലയ്യ. എനിക്ക് നീ ചെയ്തു തന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളൊക്കെയും ഞാൻ സമ്മതിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. അങ്ങനെ നിന്നിലേക്ക് മടങ്ങുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകളും ഞാൻ സമ്മതിക്കുന്നു അല്ലാഹ് ഫഗ്ഫിർലി. അതുകൊണ്ട് എനിക്ക് നിന്നോട് തേടാനുള്ളത്, എനിക്ക് നീ പുറത്തു തരണം റബ്ബേ. ഫഇന്നഹു ലാ യഗ്ഫിറുൽ ദുനൂബ ഇല്ലാ അൻത. നീയല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്ന ഒരാളുമില്ല. ദോഷങ്ങൾ പൊറുക്കാൻ നിന്നെ കൊണ്ടേ കഴിയൂ. എല്ലാ ദോഷങ്ങളും പുറത്തു തരണമേ അല്ലാ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത് സുബ്ഹിയുടെ ശേഷമുള്ള നമ്മുടെ ദിക്റിന്റെ കൂട്ടത്തിൽ ഒരു ദിക്റായി ഉണ്ടാകണം. ഇസ്തിഗ്ഫാറിന്റെ വചനമാണെന്ന് മാത്രമല്ല, സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്നാണ് ഇതിനെ പരിചയപ്പെടുത്തിയത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞതു തന്നെ ഇങ്ങനെയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അൻത ഖൂല അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി. ഇതാണ് കേട്ടോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിലൂടെ ഹബീബായ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലൊന്ന് നിയ്യത്ത് ചെയ്യല്ലേ, നമുക്കത് ജീവിതത്തിൽ പതിവാക്കി വന്നവരൊക്കെ മുടങ്ങാതെ മരണം വരെ ഇനി അത് നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വലിയ കൂലിയാണ്, ഇതൊക്കെ ഒരു അനുഗ്രഹമായി കണ്ടോളൂ. ഇങ്ങനെയൊക്കെ ഒരു മജ്ലിസിൽ കൂടാൻ അവസരം കിട്ടിയത് വലിയ അനുഗ്രഹമായി കണ്ടോളൂ. പലരും വലിയ സങ്കടം വിളിച്ചു പറയാറുണ്ട്. ചിലരെങ്കിലും ഈ സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട്, മൊബൈൽ സൗകര്യത്തിൻ്റെ കമ്മിയുമായി ബന്ധപ്പെട്ട് സമയത്തിനിടക്ക് ക്ലാസ്സിൽ കൂടാൻ കഴിയാത്ത സങ്കടം പറയാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും നൽകട്ടെ, എല്ലാവിധ റാഹത്തും നൽകട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്കേ. ഞാനിപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ മഹത്വമാണ് നിങ്ങളോട് പറഞ്ഞത്. അത് അതിമഹത്വമുള്ള ദിക്റാണ്. ഇസ്തിഗ്ഫാറിന് തന്നെ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഇസ്തിഗ്ഫാർ വലിയ സംഗതിയാണ്. നമ്മളുടെ പ്രതിസന്ധിക്കുള്ള യഥാർത്ഥ പരിഹാരം എന്താ, നമ്മളുടെ പ്രശ്നം എന്താണെന്നും അതിന് പരിഹാരം എന്താണെന്നും മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, അലാ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാ ദാഇക്കും വദവാഇക്കും, എന്താണ് നിങ്ങളുടെ രോഗമെന്നും എന്താണ് അതിനുള്ള മരുന്നെന്നും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് ഹബീബായ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നിങ്ങളെ രോഗമെന്നും അതിനുള്ള മരുന്ന് എന്താ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ. അല്ലാ ഹബീബ് പറയുന്നുണ്ട്, അറിയണം കേട്ടോ, ഇന്നദാഅകുമുദ്ദുനൂബ്, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രോഗം, പ്രശ്നം, അത് ദോഷങ്ങളാ. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതായും വലുതായും ചെയ്ത ദോഷങ്ങളാണ്. അതിനുള്ള യഥാർത്ഥ മരുന്ന് അത് ഇസ്തിഗ്ഫാറാണ്. മനസ്സറിഞ്ഞ് ഇലാഹായ റബ്ബിനോട് ദോഷത്തിൽ നിന്ന് മാപ്പ് ചോദിക്കലാണ്, പശ്ചാത്തപിക്കലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഇസ്തിഗ്ഫാർ നമ്മൾ ലാസിമാക്കുക. ഈ സുബഹിക്ക് ശേഷമുള്ള ഏതാനും സിക്റുകൾ ഞാൻ നിങ്ങളോട് പറയും. പിന്നെ കുറച്ചു നേരം നമ്മൾ ഇരുന്നിട്ട് വർദ്ധിപ്പിക്കേണ്ട ഒരു വചനമാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 100 തവണയെങ്കിലും ഇത് ചൊല്ലാത്ത ഒരു ദിവസം ഹബീബായ നബിക്ക് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. മുഅ്മിനെ ആരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അത് ചൊല്ലുന്നത്? അപ്പൊ പറഞ്ഞു, ഇത് നല്ലോണം മനുഷ്യന്റെ ദറജ കൂട്ടും, ഇത് മനുഷ്യന്റെ ദറജ വല്ലാതെ വർദ്ധിപ്പിക്കുന്നതാണ്, ഇത് അല്ലാഹു നമുക്ക് വലിയ നിഅമത്തുകൾ ചെയ്തു തരാൻ കാരണമാകുന്നതാണ്. മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ ഒരാൾ ലാസിമാക്കിയാൽ, അതായത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഈ ദിക്ർ ഒരാൾ ലാസിമാക്കി കൂടെ കൊണ്ട് നടന്നു, എപ്പോഴും ചൊല്ലാൻ തയ്യാറായി, എന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ ടെൻഷനിൽ നിന്നും അല്ലാഹു രക്ഷ നൽകും. ഹമ്മ്, മാനസിക ക്ലേശം, ടെൻഷൻ, ഹൃദയത്തിന്റെ ഭാരം, അതിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകും. വമിൻ കുല്ലി ലീകിൻ മഖറജാ, എവിടെയാണോ കുടുങ്ങിയത്, ഏത് പ്രയാസത്തിലാണോ പെട്ടത്, അതിൽ നിന്ന് അല്ലാഹു മുക്തി നൽകും, വഴി അല്ലാഹു തുറന്നു തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ റിസ്കിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു തരും. വിചാരിക്കാത്ത മാർഗത്തിലൂടെ ജോലി കിട്ടും, വിചാരിക്കാത്ത മാർഗത്തിലൂടെ ബിസിനസിന്റെ വാതിലുകൾ തുറന്നു കിട്ടും. എന്താ ചെയ്യേണ്ടത്? മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, കേൾക്കണില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അടുത്ത ഏതാനും ദിവസങ്ങളെ കൊണ്ട് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി തീർക്കാൻ ഒന്ന് നീർച്ചാക്കുക, നിയ്യത്ത് ചെയ്യാം. ഒരു 3333 തവണ അടുത്ത തിങ്കളാഴ്ചയാകുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് ചൊല്ലി തീർക്കാൻ നിയ്യത്ത് ചെയ്തൂടെ? ഓരോരുത്തരും ഒരു 3333 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ വരുന്ന തിങ്കളാഴ്ച 4:15 നമ്മുടെ ക്ലാസ് ആരംഭിക്കുമ്പോഴത്തേക്ക് ചൊല്ലി തീർക്കാൻ നമ്മളൊന്ന് നിയ്യത്ത് ചെയ്യാം.